അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരപ്പയറാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മമ്പയർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ചക്കരൻ്റെ അച്ചാണ്, അതൊരു 8 അച്ചുണ്ട്. അത് ഞാൻ മെൽറ്റാക്കി ഒരു പാത്രത്തിൽ അരിച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ ഒരു 3/4 മുറി തേങ്ങ, വലിയ തേങ്ങ ആയപ്പോൾ ഞാനൊരു 3/4 മുറി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കയ്യിൽ അരിപ്പൊടിയാണ്, ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രാഗിപ്പൊടി ഇട്ട് കൊടുക്കുക, അതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. പക്ഷെ ഇവിടെ രാഗിപ്പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഞാൻ മാറ്റിയതാണ്. പിന്നെ ഉപ്പും. ഇനി ഞാൻ ഈ പയർ ഒരു കുക്കറിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. പയർ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്, ഈ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നിൽക്കണം വെള്ളം, പയർ നല്ല വെന്ത് വരണം. കുക്കർ മൂടി വെച്ചിട്ട്, നിങ്ങൾ സ്ഥലമൊക്കെ മാറിയിട്ടാണ് കാണൽ, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതാണ് ടൈൽസിനൊക്കെ ഒരു മാറ്റം വേണം. അപ്പോൾ ഞാൻ പയർ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വന്നാൽ ഓഫാക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ ഈ ഉള്ളി ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അത് ഞാൻ പറയാൻ വിട്ടുപോയതിന്, നിങ്ങൾ ഇടുമ്പോൾ ഉള്ളി ഇടുന്നവർ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാണ്ട്. അപ്പോൾ നമ്മൾ പയറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് ഇറക്കി വെക്കുക. ഒന്ന് ഇളക്കി നോക്കട്ടെ കേട്ടോ. അടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ശർക്കര ഉരുക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ ചിരവി വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ അരിപ്പൊടി ഒരു കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് വരട്ടെ. ഈ അരിപ്പൊടി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കളറ് ഞാൻ ശർക്കര ഉരുക്കിയ പാത്രത്തിലാണ് വെള്ളം എടുത്ത് കിട്ടുക, അതാണ് ഇതിൻ്റെ കളർ. ഇങ്ങനെ കൂടെ നല്ല ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് വെക്കാം. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഈ മാവ് അരിപ്പൊടി കലക്കിയതൊക്കെ നല്ല ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളെ ചക്കരപ്പയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.